ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ കുറച്ച് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഫ്ലെയറുടെ കുർത്തിയാണ്. 5 മീറ്റർ മെറ്റീരിയലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 44 സൈസിലാണ് ഡ്രസ്സ് ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വർക്ക് തന്നെ ഒന്നുകൂടെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള യൂസ്ഫുള്ളായുള്ള വീഡിയോസ് നമുക്ക് ഇനി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഓൾറെഡി റൗണ്ട് നെക്കായിട്ട് തന്നെ വർക്കുള്ള രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് റൗണ്ട് നെക്കായിട്ട് തന്നെ കട്ട് ചെയ്ത് ബാക്കിൽ ഞാൻ സ്ക്വയറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്ലീവ് നമ്മൾ നോർമൽ സ്ലീവ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് 9.5 ഇഞ്ചും വിഡ്ത്ത് 7 ഇഞ്ചുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. ചെസ്റ്റ് വരുന്നത് 44 ഇഞ്ചസും വേസ്റ്റ് വരുന്നത് 40 ഇഞ്ചസുമാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ മാത്രം നമ്മൾ ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട്. യോക്കിന് ശേഷം താഴേക്ക് വരുന്ന സ്കേർട്ട് പാർട്ടിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ മാത്രം, ബാക്കിൽ ഒറ്റ പീസായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ രണ്ടായിട്ട് ഭാഗിച്ചതിൽ ഫസ്റ്റ് വരുന്നത് 23 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ 24 ഇഞ്ചാണ് എടുക്കുന്നത്. മുകളിലും താഴെയായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മുകളിൽ യോക്കുമായിട്ട് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചും താഴെ സെക്കൻഡ് പാർട്ടായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചും, അങ്ങനെ 24 ഇഞ്ചാണ് ടോട്ടൽ എടുക്കുന്നത്. യോക്കുമായിട്ട് ഈ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് നല്ല പ്ലീറ്റ്സ് വേണ്ടതുകൊണ്ട്, നന്നായിട്ട് ഫ്ലെയർ ആയിട്ട് നിൽക്കേണ്ടതുകൊണ്ട് അവിടെ നമ്മളൊരു 60-65 ഇഞ്ച് നമുക്ക് എടുക്കാം. അത്ര ഇഞ്ച് അപ്പോഴേ നമുക്ക് നന്നായിട്ട് പ്ലീറ്റ്സ് കിട്ടുള്ളൂ. ഫ്രണ്ടിലെ സെക്കൻഡ് പാർട്ടിന് നമുക്ക് 8 ഇഞ്ചാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ 9.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് മുകളിൽ ജോയിൻ ചെയ്യാനും 1 ഇഞ്ച് താഴെ മടക്കി അടിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സെയിം അളവിന് തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. തുണിയുടെ നല്ല വശത്തിന് മുകളിൽ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തുണി മറിച്ചിടുന്ന സമയത്ത് കുടുങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ചുളിഞ്ഞിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് മറിച്ചിടുക. ശേഷം ഒരു 1/4 ഇഞ്ച് വീതിക്ക് നമ്മൾ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഫ്രണ്ടിനൊക്കെ കൂടെ ചെയ്തെടുക്കണം. സ്ക്വയർ നെക്കിൻ്റെ ആ 2 കോർണറിലും സെൻറ്ററിലും നമ്മൾ ഒന്ന് ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് വേണം തുണി മറിച്ചിടാനായിട്ട്. ഇനി നമുക്ക് യോക്കിൽ ഫസ്റ്റ് ഹാഫ് സ്കേർട്ട് പോർഷൻ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം.
പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം അതൊന്ന് നേരെ മറിച്ചിട്ടിട്ട് നല്ല വശത്തിന് മേലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് വീതിക്ക് പതിച്ചടിച്ച് കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് നമുക്ക് സ്കേർട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, ഫ്രണ്ടിലെ സ്കേർട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് 9.5 ഇഞ്ച് എടുത്തത് ഞാനൊരു 5 പീസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം കിട്ടുന്നത്ര നീളത്തിൽ 5 പീസ് എടുത്തിട്ടുണ്ട്. അത് കാരണം നല്ല ഫ്ലെയർ വേണ്ടതുകൊണ്ട് അത്രയും പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തേക്കണം. അതൊരു കുറച്ച് നേരത്തെ കഷ്ടപ്പാട് തന്നെയായിരുന്നു. ഏതായാലും നമ്മൾ 5 പീസസും ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പ്ലേറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിലെ ആ ഫസ്റ്റ് സ്കേർട്ട് പാർട്ടിൻ്റെ താഴെ ഭാഗത്ത് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം അത് മറിച്ചിട്ടിട്ട് നല്ല ഭാഗത്തൊന്ന് പതിച്ചടിക്കും വേണം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ബാക്കിൽ പിന്നെ യോക്കിന് ശേഷം താഴേക്ക് ഒറ്റ പീസ് ആയതുകൊണ്ട് അതൊന്ന് ഫുള്ള് പ്ലീറ്റ്സ് ഇട്ടിട്ട് യോക്കുമായിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 2 ഷോൾഡറും ഡബിൾ സ്റ്റിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. നെക്സ്റ്റ് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നല്ല വശത്തോട് ചേർത്ത് വെച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ നല്ല വശത്തോട് ചേർത്തിട്ട് നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് സ്ലീവിൻ്റെ ചീത്ത വശമായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അതിനുശേഷം സ്ലീവ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഏകദേശം 1/4 ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചീത്ത വശത്ത് നമ്മളെ കറക്റ്റ് അളവ്, ചെസ്റ്റ് അളവ്, വേസ്റ്റ് അളവും സ്ലീവിൻ്റെ അളവൊക്കെ കൊടുത്തിട്ട് വരച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ കൂടുന്ന് കറക്റ്റ് അളവിന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളെ താഴെ ഭാഗം കൂടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫുൾ ഫ്ലെയർഡ് കുർത്തിയുടെ ലുക്ക് ഇങ്ങനെയാണ്. ഇനി ഇത് വെയർ ചെയ്തിട്ടുള്ള ലുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. എനിക്ക് മുന്നേ സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിട്ടുള്ള പരിചയമൊന്നുമില്ല. ഫുൾ വീഡിയോ, ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.